കുറിപ്പാണ്. ഇനിയും ഇതിൽ 32ാമത്തെ ശ്ലോകം കടുത്ത പോരാട്ടം എന്നുള്ളൊരു ഭാഗമാണ് വാശിയുഗത്തിൽ ഗോരഖ്സ്വാമി പറയുന്നത്. ധാരാളം സമയമെടുത്ത് വാശി പ്രാണായാമം ചെയ്ത് പൂരകം ചെയ്ത് നെറ്റിയിൽ വെച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ ഒരു വെള്ളി വെളിച്ചവും ആ വെള്ളി വെളിച്ചത്തിൻ്റെ ഉള്ളിൽ തന്നെ അധികം വെളിച്ചങ്ങളും കാണാൻ പറ്റും. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ഭയങ്കര സ്പീഡിൽ വരുന്ന ഒരു വെളിച്ചമായി മാറും. അവിടെ നോക്കി ചൂഴ്ന്ന് പോകുന്ന ആ വെളിച്ചത്തിനെ നോക്കി അങ്ങനെ ഇരിക്കാം. എന്നിട്ട് സാവധാനം ശ്വാസം വിട്ടുവിട്ട് താഴെ ഇറങ്ങും. ശ്വാസം മൂലാധാരത്തിൽ നിന്നെടുത്ത് നട്ടെല്ലിൻ്റെ ഉള്ളിൽ കൂടെ വെച്ച് നിറയിൽ അല്ല ആജ്ഞയിൽ വെച്ചിട്ടാണ് ഈ ക്രിയ ചെയ്യുന്നത്. വാന്ന് വലിച്ച് ഏറ്റി വയ്ക്കണം. അണ്ണാക്കിൽ ഉകാരത്തെ ഊതി വലമ്പര ശംഖിൻ്റെ ശബ്ദത്തോട് കൂടിയിട്ട് വലിച്ചു കയറ്റണം. അത് നട്ടെല്ലിൻ്റെ ഉള്ളിലാണ് അത് വലിക്കേണ്ടത്. അങ്ങനെ ദീർഘമായിട്ട് അത് 30 സെക്കൻഡിനേക്കാൾ കൂടുതൽ സമയമെടുത്ത് സാവധാനം വലിച്ചു കയറ്റുമ്പോൾ ശരീരം വിറയ്ക്കാൻ തുടങ്ങും. അപ്പോൾ പഞ്ചപ്രാണങ്ങളും പഞ്ചഭൂതങ്ങളും തമ്മിലൊരു റിയാക്ഷൻ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് ശരീരം വിറയ്ക്കുന്നത്. വളരെ ശ്രമിച്ച് ശ്രാമത്തോടുകൂടി വാശിയെ ഖേചരത്തിൽ ഉച്ചിയിൽ വെക്കണം, നെറുകയിൽ. അങ്ങനെ ധ്യാനം ചെയ്യണം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ സാവധാനത്തിൽ ആ വാശിയോഗത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വാശിലയം വന്ന് ഭവിക്കും. അതോടെ സർവ്വബാധകളും യോഗാഭ്യാസം കൊണ്ട് വരുന്ന സർവ്വബാധകളും ഒഴിഞ്ഞു പോകും. വളരെ സമയമെടുത്ത് ദീർഘമായിട്ട് നട്ടലിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു കയറ്റി ആജ്ഞയിൽ വെച്ച് ശിരസിൽ നോക്കി ഖേജരിയിൽ ഇരിക്കണം. നാവ് ഉള്ളിലേക്ക് കൊണ്ടുപോയി കയറ്റി നേരത്തെ പറഞ്ഞ ഖേജരി മുദ്രയിലിരുന്ന് അങ്ങനെ ഇരിക്കുകയും സാവധാനം ശ്വാസത്തിന് വാശിയിൽ നട്ടലിൻ്റെ ഉള്ളിൽ കൂടെ മൂലാധാരത്തിൽ കൊണ്ട് കളയുകയും ചെയ്യാം. മൂലബന്ധം ചെയ്തും ചെയ്യാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ മൂലബന്ധം ചെയ്യുകയാണെങ്കിൽ നെറുകയിലേക്കാണ് ശക്തിനെ വിടേണ്ടത്. അപ്പോൾ ശ്വാസം അവിടെ വിട്ടാലും മതി. അപ്പോൾ ആ മൂലബന്ധം കൊണ്ടുണ്ടാവുന്ന ഓജസ് വലിയ അതീന്ദ്രിയ ശക്തികളായിട്ട് തലയിലും ദേഹത്താകെ നിറയും. അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. വാശിയോഗം കൊണ്ട് നേരത്തെ ഇന്നലെ പറഞ്ഞ കുണ്ടലിനെ ഉണർത്താനുള്ള മൂലബന്ധം ചെയ്ത് കാറ്റണം. അങ്ങനെ ഇരിക്കണം. കൂടുതൽ സമയമെടുത്ത് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് കുറേ കാലം കഴിയുമ്പോൾ ഒരു മണിക്കൂറുകളോളം ദിവസം ഇരിക്കുമ്പോഴാണ് കുറേ കാലം കഴിയുമ്പോൾ ഒരു വാശീലയം എന്നുള്ള അവസ്ഥ വരുന്നത്. പരിശ്രമിച്ച് നോക്കാവുന്നത്. നമഃ ശിവായ.